ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത്. അപ്പോൾ എന്നാലും വിഷു ദിവസത്തെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് അല്ലേ പറഞ്ഞിട്ട് ഇതിവിടെ കിടക്കട്ടെ പറഞ്ഞിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വിഷുക്കണി ഇതായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ ഏട്ടൻ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തി ഞങ്ങളെ കണിയൊക്കെ കാണിച്ചു. ആദ്യം എന്നെയും ഉണ്ണീനെയും കൊണ്ടുവന്ന് കണി കാണിച്ചു തന്നു. പിന്നെ ഉണ്ണിയുടെ കയ്യിലാണ് ഫസ്റ്റ് കൈനീട്ടം കൊടുക്കുന്നത്. ഇത് അവളുടെ രണ്ടാമത്തെ പ്രാവശ്യത്തെ കൈനീട്ടമാണ് കേട്ടോ. പിന്നെ അവൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അച്ഛൻ്റെ മുഖത്തേക്കൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തരുന്നുണ്ട് അത് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾ ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. പിന്നെ അടുത്ത് തന്നെയാണ് നമ്മുടെ തറവാട്. അപ്പോൾ അവിടെ വന്ന് അച്ഛൻ്റെ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ചു. പിന്നെ അച്ഛൻ വേദക്കുട്ടിക്ക് കൊടുത്തു, ഏട്ടനും കൊടുത്തു കൈനീട്ടം. ഇപ്പോഴാണ് അവൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയത്. അപ്പോൾ അച്ചാച്ചൻ്റെ കാല് തൊട്ടു കേട്ടോ. പിന്നെ മുത്തിയമ്മയുടെ നിന്ന് കൈനീട്ടമൊക്കെ മേടിച്ച് മുത്തിയമ്മയുടെയും കാല് പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പടക്കം പൊട്ടിക്കലായിരുന്നു കേട്ടോ അടുത്തത്. വേദക്കുട്ടിക്ക് പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല, അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം റെഡിയായിട്ട് പിന്നെ രാവിലെ അമ്പലത്തിൽ പോയി കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ്, ശാസ്താവിൻ്റെ അമ്പലം. ആദ്യം അവിടെ ചെന്ന് നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയി കൈനീട്ടമൊക്കെ മേടിച്ചു. ഇതായിരുന്നു അവിടുത്തെ കുഞ്ഞു വിഷുക്കണി. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ തട്ടകത്തിൽ അമ്മയായിട്ടുള്ള ഏമൂർ കാവിൽ പോയി കേട്ടോ. ഏമൂർ കാവിൽ ദേവീനെ എല്ലാവർക്കും പ്രശസ്തമായി അറിയും. കൈപ്പത്തി അമ്പലമാണ്. പാലക്കാടുകാർക്ക് പ്രത്യേകിച്ചും അറിയും കേട്ടോ. അപ്പോൾ ഏട്ടൻ ക്യൂവിൽ നിൽക്കുമ്പോഴേക്കും വേദക്കുട്ടി ഉറങ്ങിപ്പോയി. പിന്നെ അവിടെ നിന്നൊക്കെ തൊഴുത് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ് ശിവൻ്റെ അമ്പലം. അവിടെ ഒന്ന് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട്